ഈ മധ്യകാലത്ത് മതാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമി കൈമാറ്റം ചെയ്യുന്ന ഒരേർപ്പാടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഭൂമികളെ പല പേരും വിളിക്കും. ഇനാം എന്ന് വിളിക്കും, മദദ്, ഇമാഷ് എന്ന് വിളിക്കും. അങ്ങനെയുള്ള പേരുകളിൽ വിളിക്കുന്ന ഭൂമികൾ സാധാരണയായിട്ട് അത്തരത്തിലുള്ള ഭൂമികളൊക്കെ തന്നെ ഏതെങ്കിലും പള്ളി പണിയുന്നതിനോ യത്തീംഖാനകൾ പണിയുന്നതിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മതസ്ഥാപനങ്ങൾ പണിയുന്നതിനോ ആണ് ഉപയോഗിക്കുന്നത്. അക്കാലത്ത് ദർവേശകൾ, ഫക്കീറുകൾ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്, മത പണ്ഡിതന്മാർ. അവരാര് വന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ ദില്ലി സുൽത്താനേറ്റിൻ്റെയോ അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാരുടെയോ അല്ലെങ്കിൽ ഇവിടുത്തെ പല സുൽത്താൻമാരുടെയോ ഒക്കെ അടുത്ത് ചെന്നിട്ട് ആര് പോയി ചോദിച്ചു കഴിഞ്ഞാലും അവർ ഇന്ന സ്ഥലം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ആ ഒരു സ്ഥലം ഞങ്ങൾക്ക് വിട്ടുതരണം, ഇന്ന മത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവർക്ക് സാധാരണ രീതിയിൽ അവരുടെ കൈവശമുള്ള ഭൂമിയാണെങ്കിൽ, അതായത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കൈവശമുള്ള മറ്റുള്ള ആൾക്ക് കൊടുക്കാത്ത ഭൂമിയാണെന്നുണ്ടെങ്കിൽ അതവർക്ക് നൽകാനുള്ള സംവിധാനമുണ്ട്. ഇത്തരത്തിലുള്ള ഭൂമികളെയാണ് മൊത്തത്തിൽ വഖഫ് ഭൂമികളെന്ന് വിളിച്ചു വന്നിരുന്നത്. അങ്ങനെ വരുമ്പോൾ അതൊരു വലിയൊരു പ്രോപ്പർട്ടി സിസ്റ്റമായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് 19ാം നൂറ്റാണ്ടെത്തിയപ്പോഴേക്കും അവരുടെ ഒരു റവന്യൂ സെറ്റിൽമെൻറ്റ് ഉണ്ടായി വന്നപ്പോൾ ഇങ്ങനെയുള്ള ഭൂമികൾക്ക് നികുതി ചുമത്തണോ വേണ്ടയോ എന്നുള്ളൊരു പ്രശ്നം ഉയർന്നു വന്നു. കാരണം ഇങ്ങനെയുള്ള ഭൂമികൾ എന്ന് പറയുന്നത് ഇപ്പോൾ വഖഫ് ഭൂമികളുണ്ട്, അതുകൂടാതെ മറ്റേ ഹിന്ദു സന്യാസിമാർക്കും മറ്റും കൊടുത്തിട്ടുള്ള അവർക്ക് ദാനമായി കൊടുത്ത ഭൂമികളുണ്ട്, ക്രിസ്ത്യൻ പള്ളികൾക്ക് കൊടുക്കുന്ന ഭൂമികളുണ്ട്. അപ്പോൾ ഇവയൊക്കെ തന്നെ റിലീജിയസ് എൻഡോമെൻറ്റ്സ് എന്നൊക്കെ വിളിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഭൂമികളാണ്. അതിൽ തന്നെ വഖഫിന് നേരത്തെ തന്നെ മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൻ്റെ സംരക്ഷണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംരക്ഷണം നിലനിർത്തണമെന്നുള്ള ആവശ്യം അവരുടെ പണ്ഡിതന്മാരുടെ ഇടയിൽ നിന്ന് വന്നു. അത് 19ാം നൂറ്റാണ്ടിന് അവസാനം എത്തിയപ്പോൾ അത് ആര് നിലനിർത്തും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായി വന്നു. ഇപ്പോൾ നമുക്കൊക്കെ അറിയുന്ന പോലെ ഹിന്ദു ദേവാലയങ്ങൾക്ക് തന്നെ അവരുടേതായിട്ടുള്ള ട്രസ്റ്റുകളും ദേവസ്വങ്ങളെന്ന് പറയുന്ന സംവിധാനങ്ങളും ഒക്കെ തന്നെയുണ്ട്. ക്രിസ്ത്യൻ പള്ളികൾക്ക് അവരുടേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഇതങ്ങനെയുള്ള ക്രിസ്ത്യൻ പള്ളികൾക്കൊരു പള്ളിയുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കൊരു സിസ്റ്റമുണ്ട്, ഒരു മറ്റേ ബിഷപ്പ് തൊട്ട് താഴോട്ടുള്ളൊരു സിസ്റ്റമുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സിസ്റ്റം അവർക്കില്ല. അവർക്കുള്ളത് ഒരു മത പണ്ഡിതന്മാരുടെയും അവരുടേതായിട്ടുള്ള ഒരു മതപ്രവാചകരുടെയും മത വിശദീകരണം നടത്തുന്ന ആളുകളുടെയൊക്കെ തന്നെ ഒരു സ്കീമാണ് അവർക്കുള്ളത്. അവർക്ക് ഒരു പ്രീസ്റ്റ്ഹുഡ് ഇല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരുടെ ഭൂമികൾ ആര് നിയന്ത്രിക്കുമെന്നുള്ളൊരു പ്രശ്നം വന്നതോടുകൂടി അതിനു വേണ്ടിയിട്ട് ഇവരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇവർ തന്നെ നിയമിക്കുന്ന, നോമിനേറ്റ് ചെയ്യുന്ന കുറച്ച് ആളുകളെ കൊടുത്തുകൊണ്ട് അവരുടെ കീഴിലുള്ള ഒരു സംവിധാനമാക്കി അതിനെ മാറ്റി. അതിനാണ് വഖഫ് ബോർഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വഖഫ് ബോർഡ് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായതാണ്. അവരുടെ കീഴിലേക്ക് വലിയൊരു ശതമാനം ഭൂമികൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഭൂമികൾ അവരുടെ കീഴിൽ വന്നു. സ്വതന്ത്ര ഇന്ത്യ വന്നപ്പോൾ ഭരണഘടനയുടെ ഭാഗമായിട്ട് തന്നെ ന്യൂനപക്ഷ അവകാശങ്ങളുടെ ഭാഗമായിട്ട് മതപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സംരക്ഷണം കൂടാതെ ന്യൂനപക്ഷങ്ങളുടെ അവരുടെ പ്രോപ്പർട്ടിയുടെ സംരക്ഷണവും അവരുടെ കീഴിൽ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ വഖഫ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് മതാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിലും അത് ന്യൂനപക്ഷ പരിഗണന കൂടി കണക്കിലെടുത്തുകൊണ്ട് അത് അത്തരത്തിലുള്ള പ്രോപ്പർട്ടിയായി മാറി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അല്ലയോ എന്നുള്ള ചിലപ്പോൾ ആവശ്യം ആവാം. അവിടെ ഒരു പള്ളി സ്ഥാപിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദേവാലയങ്ങളോ യത്തീംഖാനകളോ അല്ലെങ്കിൽ ദർസുകളോ ഒത്തുപള്ളികളോ ഒക്കെ സ്ഥാപിക്കാം, അല്ലെങ്കിൽ വെറും ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരിക്കാം. എങ്ങനെയായിരുന്നാലും ന്യൂനപക്ഷ സംരക്ഷണം ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കൂടി ചെയ്യേണ്ട ഒരു ദേവാലയം പണിതാൽ മാത്രം മതി. അതോടുകൂടി ആ ഭൂമി അത് വഖഫിൻ്റെ. പിന്നെ വഖഫിന് ഒരു എഴുതി കൊടുക്കണം, അതിൻ്റെ ഒരു സംവിധാനം ഉണ്ടാക്കണം. വഖഫിന് എഴുതി കൊടുത്താൽ ചെറിയൊരു ഫീസ് ഉണ്ട്. ആ ഫീസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വഖഫ് ഭൂമിയായിട്ട് മാറി. കേരളത്തിനകത്ത് ഇന്ത്യയിൽ മൊത്തത്തിലുള്ള നിരവധി പ്രദേശങ്ങളിൽ നിരവധി ഭൂമികൾ വഖഫ് ഭൂമികളായിട്ട് മാറി. പലപ്പോഴും ഇങ്ങനത്തെ വഖഫ് ഭൂമികളെന്ന് പറയുന്നത് അതൊരു ഘട്ടത്തിൽ ഏതെങ്കിലും വ്യക്തിയുടെ ആയിരിക്കാം. ആ വ്യക്തി എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാവാം. പക്ഷേ അത് വഖഫ് ഭൂമിയായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് വഖഫിൻ്റെ ബോർഡിൻ്റെ കയ്യിലേക്ക് വരുന്നത്. അപ്പോൾ വ്യക്തികൾ
ഉപയോഗിച്ചിരുന്ന അവർക്ക് ഒരുപക്ഷെ അവർക്ക് ആനുകൂല്യങ്ങളുണ്ടായിരുന്ന ഭൂമികൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരുടെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലുമൊക്കെ തന്നെ അവരെ എന്ന് വെച്ചാൽ അത് കൈകാര്യം ചെയ്യാൻ ബാധ്യതപ്പെട്ട ആൾ അയാളത് തീരുമാനിക്കുന്നത് നമുക്ക് നിലനിർത്തേണ്ട കാര്യമില്ല, അതിൻ്റെ പകരം നമ്മൾ വഖഫായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അത് അവിടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും, ബോർഡ് നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ധാരാളം ഭൂമികൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ പറയുന്ന മുനമ്പത്തിലുള്ളൊരു പ്രശ്നമായിട്ട് വരുന്നത്. കാരണം മുനമ്പത്തിലുള്ള ഭൂമി എന്ന് പറയുന്നത് മറ്റേ മട്ടാഞ്ചേരിയിലുള്ള ഒരു സിദ്ദിഖ് സേട്ടിൻ്റെ ഭൂമിയാണ്. സിദ്ദിഖ് സേട്ടിൻ്റെ കുടുംബാംഗങ്ങൾ ആ ഭൂമി അവരുടെ കൈവശം വെച്ചിരുന്നു. അവർ പലർക്കും പാട്ടത്തിന് കൊടുക്കുകയും പലരും അവിടെ വന്ന് താമസിക്കുകയും ഒക്കെ ചെയ്തു വന്നിരുന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ഇത് വഖഫായിട്ട് മാറും. വഖഫായിട്ട് മാറുമ്പോൾ വഖഫിൻ്റെ ഭാഗമായിട്ട് മാറുന്ന സമയത്ത് ആ വഖഫിൻ്റെ ഭാഗമായിട്ട് മാറുന്ന ഭൂമി അവരുടെ തന്നെ ഒരു ഏജൻസി ആയിട്ടുള്ള, അതായത് മറ്റേ ഫറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ്, ഫറൂഖ് കോളേജല്ല, ഫറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് വഖഫ് ബോർഡിൽ തന്നെ അംഗത്വമുണ്ടായിരുന്ന ഒരു ഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ഏജൻസിയാണ്. ആ ഏജൻസിയുടെ കയ്യിലേക്ക് അത് വരുന്നു. അങ്ങനെ വന്നിട്ട് കാലങ്ങൾ കുറേ പറഞ്ഞാൽ അപ്പോൾ ഇതിൽ മാറ്റുമ്പോൾ ഈ ട്രാൻസ്ഫർ നടന്നല്ല വേറൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഒരു സ്വകാര്യ സ്വത്ത് വഖഫായി മാറുന്നു. വഖഫായിട്ട് മാറുമ്പോൾ അതവിടെ കിടക്കുന്നു, അവിടുത്തെ ആളുകൾ അവിടെ കിടക്കുന്നു. അവർ കുടിയൊഴിപ്പിക്കണോ വേണ്ടയോ അത്തരത്തിലുള്ള ചർച്ചയൊന്നും നടക്കുന്നില്ല. അവരവിടെ താമസിക്കുന്നു. അവർ ചിലപ്പോൾ ഭൂമി വീണ്ടും കൈമാറ്റം ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ലീഗൽ പേപ്പർ ട്രാൻസാക്ഷൻ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഇത് മറ്റേ ഫറൂഖ് കോളേജ് അവർ തീരുമാനിക്കുന്നത് ഇത് ഞങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഞങ്ങളുടേതായിട്ട് മാറ്റണം എന്ന് പറഞ്ഞ് തീരുമാനിക്കുകയും അവരത് ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇഷ്യൂ ഉണ്ടാകും. ഫറൂഖ് കോളേജിന് സ്വന്തമായിട്ട് എഴുതി കൊടുത്തിരുന്ന പ്രശ്നമില്ല. കാരണം അതിന് പകരം അങ്ങനെ വരുമ്പോൾ ഒരു പ്രൈവറ്റ് പാർട്ടിയും വേറൊരു പ്രൈവറ്റ് പാർട്ടിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻ മാത്രമാണ് നടക്കുക. അപ്പോൾ നിങ്ങൾ ആർക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള ആൾക്ക് കൊടുക്കാം, ചിലപ്പോൾ ദാനമായിട്ട് കൊടുക്കാം, പല രീതിയിൽ കൊടുക്കാം. പക്ഷെ അപ്പോഴും ഇത് പ്രൈവറ്റ് പാർട്ടിയും തമ്മിലാണ്. അവിടെ വഖഫിനോട് റോളൊന്നുമില്ല. ഇത് വഖഫിന് എഴുതി കൊടുത്ത ഭൂമി അവർ പിന്നെ ഫറൂഖ് കോളേജിലേക്ക് വരികയും ഫറൂഖ് കോളേജ് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് നിലനിർത്തുകയും പിന്നീട് അത് ഫറൂഖ് കോളേജ് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തായിരുന്നാലും ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് ഇഷ്യൂ ആയിട്ട് മാറും. യഥാർത്ഥത്തിൽ പ്രോപ്പർ എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയാണ്. ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്നുള്ള പ്രശ്നമൊന്നുമല്ല അതിൻ്റെ അകത്ത് കിടക്കുന്ന നിങ്ങളൊരു ആധുനിക കാലഘട്ടത്തിൽ പ്രോപ്പർട്ടി ട്രാൻസാക്ട് ചെയ്യുമ്പോൾ ആ പ്രോപ്പർട്ടി ട്രാൻസാക്ട് ചെയ്താൽ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൈമാറുന്നതെങ്കിൽ ആ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കൈമാറുന്ന ഭൂമി എന്ന് പറയുന്നത് സാധാരണ പ്രോപ്പർട്ടി റൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുകയില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾക്കൊരു മതപരമായിട്ടൊരു ഇപ്പോൾ ഒരു ഭൂമി എടുത്തിട്ട് ഏതെങ്കിലും ഒരു മതസ്ഥാപനത്തിന് കൊടുക്കുന്നു. ആ മതസ്ഥാപനത്തിന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടുത്തെ ഈ മതസ്ഥാപനം പറയുന്നു ഇനി മുതൽ ഇവിടെ ആൾ ആവശ്യമില്ല, ഇവിടെ എല്ലാവരും കുടിയൊഴിഞ്ഞു പോകണം എന്ന് പറയുകയാണെങ്കിൽ അത് ഏത് ലീഗൽ ഫ്രെയിംവർക്കിൻ്റെ അകത്താണ് അങ്ങനെ ഒരു സംഗതി നിൽക്കുക? ടെക്നിക്കലി സ്പീക്കിംഗ് യഥാർത്ഥത്തിൽ അവിടെ വഖഫ് ഭൂമിയിൽ അത് മതപരമായ ആവശ്യങ്ങൾക്കുള്ളതാണ്. അത് സ്വകാര്യ സ്വത്തല്ല, സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെയുള്ള ഭൂമി മുഴുവൻ മതപരമായ ആവശ്യങ്ങൾക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. ഉദാഹരണത്തിനൊരു സ്വകാര്യ കോളേജ് നടത്തുന്നത്, ഞാൻ പറയുന്നത് ഫറൂഖ് കോളേജ് വലിയ ഒരു വേറെ ഏതെങ്കിലും കോളേജ് വലിയ ഒരു സ്വകാര്യ കോളേജ് നടത്തുന്നത് അത് മതപരമായ ഒരു ആവശ്യമാണോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതോടുകൂടി സ്ഥിതി ഇത് മാറുന്നു, അത് ന്യൂനപക്ഷാവകാശമാണെന്ന് വരുന്നു. പക്ഷേ ന്യൂനപക്ഷാവകാശമാണെന്ന് വരുന്നത് അപ്പോൾ പ്രോപ്പർട്ടി റൈറ്റിൻ്റെ ഘടന മാറുകയാണ്. ഈ പ്രോപ്പർട്ടി റൈറ്റിൻ്റെ ഘടന മാറുമ്പോൾ ഇതെങ്ങനെ വേണമെന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു ലീഗൽ ഇഷ്യൂ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ലീഗൽ ഇഷ്യൂ സോൾവ് ചെയ്യാനല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പുതിയ സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് ലീഗൽ ഇഷ്യൂ സോൾവ് ചെയ്യാനല്ല ശ്രമിച്ചത്. അതിൻ്റെ പേര് ലീഗൽ ഇഷ്യൂ യഥാർത്ഥത്തിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാനാണ് എന്ന് പറഞ്ഞാൽ ആ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി അതൊരു സംഘർഷപരമായിട്ടുള്ള പ്രശ്നമാക്കി മാറ്റി എന്നിട്ട് അതിൽ നിന്ന് മുതലെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ പുതിയ നിയമനിർമ്മാണത്തിലൂടെ
കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത്. അതാണ് അതിലെ പ്രശ്നം. അപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ഇപ്പോൾ മറ്റേ രാമേന്ദ്രൻ നായർ കമ്മീഷന് അങ്ങനെയുള്ള കമ്മീഷനെ നിയമിച്ച പോലെ അവർക്കൊരു കമ്മീഷൻ നിയമിക്കാമായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷണം നടന്നൊരു പ്രൊപ്പറേറ്ററേറ്റാണോ റിലീജിയസ് റൈറ്റാണോ, റിലീജിയസ് റൈറ്റും പ്രൊപ്പറേറ്ററേറ്റും തമ്മിലുള്ള ബന്ധം എന്താണ്, അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ മറ്റൊരു മതക്കാരനോ മറ്റൊരു ജാതിക്കാരനോ അവിടെ നിന്ന് താമസിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ പുറത്താക്കണോ, കുടിയൊഴിപ്പിക്കണോ, അയാളെ നിലനിർത്തണോ? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടായി വരുന്നത് എത്രമാത്രം നിലവിലുള്ള നിയമനിർമ്മാണം എത്രമാത്രം അതിനെ സഹായിക്കും, അതോ ഇതിന് വേറൊരു നിയമനിർമ്മാണമാണ് ആവശ്യം. അങ്ങനെ വേറൊരു നിയമനിർമ്മാണമാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടാണോ ഇവിടെ മുനമ്പത്ത് ആളുകളെ താമസിപ്പിച്ചത്? അപ്പോൾ സിദ്ദിഖ് സേട്ടൻ അത് വല്ലതും അറിയാമായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇതൊന്നും അറിഞ്ഞുകൂടായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്നുള്ള അദ്ദേഹത്തിന് യാതൊരു ധാരണയും. അദ്ദേഹം ഒരു ഭൂമിയായത് കൈവശമുള്ള ആളുകൾ വന്ന് ചോദിക്കുന്നത് കൊടുക്കുന്നു. കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ഒരു ധർമ്മിഷ്ഠനായ മനുഷ്യനായിരിക്കും, അങ്ങനെയായിരിക്കും ചെയ്തു കാണുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു ഇഷ്യൂ അത്തരത്തിൽ റിസോൾവ് ചെയ്യുന്നതിന് പകരം ഇത് ടെക്നിക്കലായിട്ട് റിസോൾവ് ചെയ്യാൻ ശ്രമിച്ചു. അതായത് ഈ പ്രശ്നം മുഴുവൻ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നൊരു കൂട്ടം ആളുകൾ ഈ വഖഫ് ബോർഡിൻ്റെ പുറത്ത് കിടക്കുന്നതുകൊണ്ടാണ് പ്രശ്നം മുഴുവനുണ്ടായതെന്നും അതുകൊണ്ട് നമ്മളുടെ 2 നോമിനികൾ വന്നാൽ അതോടുകൂടി പ്രോപ്പർട്ടി ഇഷ്യൂ അല്ലെങ്കിൽ റിലീജിയസ് എൻഡോമെൻറ്റിൻ്റെ ഇഷ്യൂ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് അതൊരു മതപരമായ ഇഷ്യൂ ആയിട്ട് മാറുകയാണ്. ആ ഒറിജിനൽ ഇഷ്യൂ പോവുകയാണ്. കാരണം അതിന് പകരം നിങ്ങൾക്ക് വഖഫ് ബോർഡ് എന്ന് പറയുന്ന സംഗതി, വഖഫ് ബോർഡ് മുസ്ലിങ്ങളുടെ ആണ്. അതിനെപ്പറ്റി ഇതുവരെ യാതൊരു തരത്തിലുള്ള തർക്കവും അതിനെപ്പറ്റി ഉണ്ടായിട്ടില്ല. അതിനെപ്പറ്റി അങ്ങനെ ഒരു ഇഷ്യൂ നൂറ്റാണ്ടുകളായിട്ടില്ല. ആരും അതിനെപ്പറ്റി തർക്കിച്ചിട്ടുമില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ, ഇത്തരത്തിൽ വരുമ്പോൾ ഇവിടെ സംഭവിച്ചു. അപ്പോൾ അവരുടെ ഒരു എൻഡോമെൻറ്റിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇനി അഥവാ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ തന്നെയാണ് റിസോൾവ് ചെയ്യേണ്ടത്. അത് റിസോൾവ് ചെയ്യേണ്ടത് അവർ തന്നെയാണ്. അവരുടേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ റിസോൾവ് ചെയ്യാൻ അതനുസരിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നെഗോസിയേഷൻ അവരുമായിട്ട് നടത്തണം. അതൊന്നും ചെയ്തിട്ടില്ല. അതിന് പകരം സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ചെയ്തത്. ഒന്ന്, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂ വേണമെന്നുണ്ടെങ്കിൽ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് അതിന് നമ്മുടെ കുറച്ച് പ്രതിനിധികൾ അതിൻ്റെ അകത്ത് വേണം എന്ന് പറയും. അപ്പോൾ ഇത് ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ മതപരമായിട്ടുള്ള തർക്കമാക്കി മാറ്റുകയും അതുകൂടാതെ പ്രോപ്പർട്ടി റൈറ്റിന് ചില മാനദണ്ഡങ്ങൾ, അതായത് 5 വർഷത്തെ കാലപരിധി തുടങ്ങിയ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുകയും, ഈ മാനദണ്ഡങ്ങൾക്ക് എന്താണ് ലോജിക്ക് എന്നുള്ളതിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. കാരണം അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ എങ്ങനെയാണ് നേരത്തെ ആകാമായിരുന്നു. അങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊന്നും നേരത്തെ ഉണ്ടായിട്ടില്ല. കാരണം റിലീജിയസ് എൻഡോമെൻ്റായി മാറുന്നതോടുകൂടി ഈ റിലീജിയസ് എൻഡോമെൻ്റ് എന്ന് പറയുന്നത് ഇന്നലെയാണോ ഒരാൾ റിലിജിയനിൽ പെടുന്നത്, 5 വർഷം മുമ്പാണോ 10 വർഷം മുമ്പാണോ എന്നുള്ള ഇഷ്യൂ ഒന്നും അതിൻ്റെ അകത്തില്ല. കാരണം അത് റിലീജിയസ് എൻഡോമെൻ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവമായിട്ട് അതിനുള്ള ഇഷ്യൂ ഒന്നുമില്ല. ഇവിടെ അത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വശത്ത് റിലീജിയസ് എൻഡോമെൻറ്റിന് കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല, അതിന് മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു. അതേസമയം തന്നെ റിലീജിയസ് എൻഡോമെൻറ്റിന് കൊടുക്കുന്ന അവരുടെ മാനേജ്മെൻറ്റ് സംവിധാനത്തെ സംരക്ഷിക്കുന്നില്ല. അവിടെ നിങ്ങൾ കൈകടത്തുന്നു, നിങ്ങൾ ആളുകളെ കൊണ്ടുവരുന്നു. എന്നിട്ട് അതിന് മുഴുവൻ കാരണമെന്ന് പറയുന്നത് ഈ റിലീജിയസ് എൻഡോമെൻറ്റ് കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രശ്നമാണ് എന്ന് വരുത്തുകയും ചെയ്തു. അപ്പോൾ ഇതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഒറിജിനൽ ഇഷ്യൂ അതോടുകൂടി ഇല്ലാതെയാവും. എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഇഷ്യൂ നിങ്ങൾക്കൊരു ഇത്തരത്തിലുള്ളൊരു ഭൂമി, ഗ്രാൻഡ് ചെയ്യപ്പെട്ട ഭൂമി, അതിൽ എങ്ങനെ നടത്തണം, ആര് നടത്തണം, എങ്ങനെ നടത്തണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു അവകാശം ഈ പറയുന്ന ഈ എന്താ പറയുക പ്രൊപ്പറേറ്റർ അഥവാ അങ്ങനെ നൽകുന്ന ആൾക്കുണ്ട്. അയാളെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാൻ സമ്മതിക്കാറ്. ഒരുപക്ഷെ അവർ തന്നെ തീരുമാനിക്കുമായിരിക്കും. ഈ പറയുന്ന മുനമ്പത്തെ ആളുകൾ അവിടെ തന്നെ താമസിക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കഴിയും. അപ്പോൾ അങ്ങനെയൊരു തീരുമാനം എടുക്കാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിൽ ഇടപെട്ടിട്ട് ജുഡീഷ്യലായിട്ടുള്ളൊരു തീരുമാനം എടുക്കണം. അങ്ങനെയും പ്രശ്നം സോൾവ് ചെയ്യാം. ഇങ്ങനെ ഒന്നും പ്രശ്നം സോൾവ് ചെയ്യാൻ സമ്മതിക്കാതെ നേരിട്ട് ഇടപെട്ടിട്ട് ഇതൊരു മതപരമായിട്ടുള്ളൊരു ഇഷ്യൂ ആക്കി മാറ്റി, അല്ലെങ്കിൽ മതവും സ്റ്റേറ്റും തമ്മിലുള്ളൊരു പ്രശ്നമാക്കി മാറ്റി, അങ്ങനെയാണ് ഇപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതാണ് ഇതിലുള്ള അപകടമായിട്ട് കാണേണ്ടത് എന്ന് തോന്നുന്നു. പ്രോപ്പർട്ടി റൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റേ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ചുള്ള പ്രോപ്പർട്ടി റൈറ്റ്സിൻ്റെ ഒരു നിർവചനം ഇവിടെയും ബാധകമാണ് എന്ന് പറയുന്നൊരു സംഗതിയാണ്.
കുടികിടപ്പ് അവകാശം ഉൾപ്പെടെയുള്ള സംഗതികളിൽ നിയമപരമായിട്ട് ഇപ്പോൾ നിലവിലുള്ള പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ചുള്ള സംഗതികൾ അത് ഇവിടെയും ബാധകമായിരിക്കും. അതിന് പ്രത്യേക ഒരു സവിശേഷ പ്രൊട്ടക്ഷനൊന്നും ഇത്തരം ഭൂമികളുടെ കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നതാണ് ഒന്നാമത്തത്. അതിൽ ചിലപ്പോൾ ലീഗൽ വശം ഉണ്ടായിരിക്കാം. കാരണം എന്ന് വെച്ചാൽ അതിൽ ലീഗൽ വശം ഉണ്ടായിരിക്കാം എന്നുള്ളത്. കാരണം നമുക്ക് അത്തരത്തിലുള്ള പ്രോപ്പർട്ടി റൈറ്റ്സിന് പറയുമ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞൊരു പ്രശ്നം എൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു നിലപാടിൻ്റെ ഒരു പ്രശ്നം മാത്രം. രണ്ടാമത്തത്, ഈ പറയുന്ന പ്രോപ്പർട്ടിയുടെ അവകാശ നിർണയം സമയത്ത് അതിനുള്ളൊരു കുടികിടപ്പ് അവകാശത്തിൻ്റെ ഒരു കാലയളവ് പറയുന്നുണ്ട്, 5 വർഷത്തെ കാലയളവ്. അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അതെന്തിനാണ് അങ്ങനെ ഒരു കാലയളവ്? കാരണം ഒരു സിറ്റിസൺഷിപ്പിൻ്റെ കാലയളവിന് തുല്യമായിട്ടുള്ള കാലയളവാണ് വയ്ക്കുന്നത്. കാരണം പൗരത്വ അവകാശവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തുകയാണ്. പൗരത്വ അവകാശത്തിന് 5 വർഷത്തിൻ്റെ കാലയളവാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ പൗരത്വാവകാശമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 5 വർഷത്തിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അവകാശത്തിനെ ബാധകമാക്കുക എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മറ്റേ ന്യൂനപക്ഷത്തിന് മുസ്ലിമിൻ്റെ പൗരത്വാവകാശമായിട്ട് ബന്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൗരത്വം ചില പ്രത്യേക അവസരങ്ങളിൽ അവരുടെ പൗരത്വം ചോദ്യം ചെയ്യാമെന്നുള്ളൊരു ധ്വനി അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 5 വർഷത്തിന് ശേഷം 4 വർഷം 6 മാസത്തിന് മുമ്പാണ് നിങ്ങളൊരു സ്ഥലത്ത് താമസിക്കുന്നത്, നിങ്ങൾ വഖഫ് ഭൂമി നിങ്ങൾ ഇതായിട്ട് ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുകയില്ല എന്നുള്ളൊരു സംഭവം അതിൻ്റെ അകത്തുണ്ട്. അത് ബേസിക്കലി നോൺസെൻസാണ്. അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല. കാരണം അത് ഇവിടുത്തെ പ്രോപ്പർട്ടി റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ആയിട്ടത് മാറുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള അവകാശമായിട്ടുള്ള ബന്ധപ്പെടുത്തുന്നത് അതിന് പകരം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരാവശ്യമുണ്ടോ, നിങ്ങൾക്കൊരു റിലീജിയസ് എൻഡോമെൻറ്റ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ 2 കൊല്ലം മുമ്പ് വന്ന് താമസിച്ച ഒരാളാണ്, നിങ്ങൾക്ക് ആരെങ്കിലും റിലീജിയസ് എൻഡോമെൻറ്റ് തരുന്നു, അത് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് അതിനെ മാറ്റുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ എന്ത് താമസിച്ചു എന്നുള്ളതല്ല അവിടെ പ്രശ്നം. അത് ഇന്നലെയാണോ മിനിയാന്നാണോ 5 കൊല്ലമാണോ മുമ്പാണോ 10 വർഷം മുമ്പാണോ എന്നുള്ളതല്ല അവിടെ പ്രശ്നം. എന്ന് വെച്ചാൽ പൗരത്വത്തിൻ്റെ പ്രശ്നമല്ല എന്നർത്ഥം, അതിനൊരു എൻഡോമെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതങ്ങനെ അല്ലാതാക്കി മാറ്റുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവരുടെ വഖഫ് ബോർഡിലേക്ക് നോമിനേഷൻസ് നോൺ മുസ്ലിം നോമിനേഷൻസ് ആകാം എന്ന് പറയുന്നു. അത് അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു അടിസ്ഥാന പ്രിൻസിപ്പിളിനെതിരാണ്. കാരണം വഖഫ് ബോർഡ് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടായി വരുന്നതിൻ്റെ പിന്നിൽ കിടക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സംവിധാനം ഇങ്ങനത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് ഇസ്ലാമിനില്ലാത്തത് കൊണ്ടാണ് ഈ യഥാർത്ഥ സ്വല്പം കൃത്രിമമായിട്ട് തന്നെ ഇങ്ങനെ ഒരു ബോർഡ് എന്ന് പറയുന്നൊരു സംവിധാനത്തിലേക്ക് മാറിയത്. കാരണം മെഡീവൽ ടൈംസിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ സംവിധാനങ്ങളൊക്കെ തന്നെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക മതമേലധ്യക്ഷനെ അക്കാലത്തെ ഭരണാധികാരികൾ നിയമിക്കുമായിരുന്നു. അങ്ങനെ ഒരാളുണ്ടാവുമായിരുന്നു, അയാളാണത് മാനേജ് ചെയ്യുന്നത്. അയാളുടെ ഒരു പ്രത്യേക ഒരു ഉത്തരവാദിത്വമാണ് അയാളുടെ. അങ്ങനെയുള്ള ആളുകളാണ് ഇതൊക്കെ തന്നെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊരു പ്രത്യേക മതമേലധ്യക്ഷന് നിങ്ങൾക്കൊരു ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കൊരു പുതിയ ഭരണകൂടത്തിൽ സാധ്യമല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് മാനേജ് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം ആരെങ്കിലും ഏൽപ്പിക്കേണ്ടി വരും. അത് സ്വാഭാവികമായിട്ടും നിങ്ങൾ അതത് മതത്തിൻ്റെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ് ചെയ്തു വരും. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് കേരള കൗൺസിൽ KCBCയിൽ നിങ്ങളൊരു ഹിന്ദുവിന് അവിടെ നോമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പോകുന്നില്ല. ശബരിമല ക്ഷേത്രത്തിൽ പൂജാരിയെ നമ്മളിവിടെ നിയമിക്കണം എന്ന് പറയും, മുസ്ലിം പൂജാരിയെ നിയമിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ കൊലപാതകം നടക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കാണണം. അങ്ങനെ കാണുമ്പോൾ അതിന് തത്തുല്യമായിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അത് സ്റ്റേറ്റ് നിർദ്ദേശിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അത് ഇത്തരത്തിലായിട്ട് മാറുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു എന്താ പറയേണ്ടത് ഒരു അടിസ്ഥാന ഘടനയുടെ അതിൽക്കുള്ള കൈകടത്തലിൻ്റെ ന്യൂനപക്ഷ അവകാശങ്ങളുടെ മേലുള്ള കൈകടത്തലിൻ്റെ പ്രശ്നമായിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ പൗരത്വവുമായിട്ടും ന്യൂനപക്ഷ അവകാശങ്ങളുമായിട്ടും ഒക്കെ പൊരുത്തപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഒരു ഇഷ്യൂ ആക്കി വഖഫിനെ മാറ്റുകയും അങ്ങനെ അതിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് വഖഫിനെ മാറ്റുമ്പോൾ അത് സ്റ്റേറ്റിന് അതിൻ്റെ പുറത്തൊരു നിയന്ത്രണം ഉണ്ടായിരിക്കുന്ന ഉറപ്പുവരുത്താൻ ശ്രമിക്കുകയും ആ സ്റ്റേറ്റിന് കൈകടത്താനുള്ള ഒരു പഴുത് ഈ നിർമ്മാണത്തിലൂടെ നൽകുകയുമാണ് ഇപ്പോൾ ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം.
അപ്പോൾ ആ രീതിയിൽ തന്നെ അതിനെ കാണണം എന്നുള്ളതാണ്.